പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ ഇല്ലായ്മ ദൈവകൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആന്തരിക സന്തോഷം ഉണ്ടാകും. അത് അഭിഷേകത്തിൻ്റെ വേറെ ഒരു മുതിർന്ന തലമാണ്. അപ്പോൾ അത് നിങ്ങളുടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല ദൈവത്തോട്. ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഗ്നിയഭിഷേകത്തിൻ്റെ ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. 6 നിയോഗങ്ങളില്ല, അസ്തമിച്ചു. 6 നിയോഗങ്ങൾ അസ്തമിക്കും. അവിടെ വെച്ച് ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ നിയോഗങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഈശോ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കണതിൻ്റെ കാര്യം. അവിടെ വെച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. നിയോഗം തന്നെ പ്രാർത്ഥിച്ചിരുന്ന് അത് നേടി പിന്നെ നിയോഗം വെച്ച് അത് നേടി അത് നിയോഗം വെച്ച് പിന്നെ നേടിയിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. പിന്നെ നിയോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ചാകണ വരെ നിയോഗങ്ങളാവും. എന്താ കാര്യം? ദൈവം അത് ഉദ്ദേശിക്കണില്ല. ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 4:13-14 തിരുവചനങ്ങൾ. യോഹന്നാൻ 4:13-14 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. പുതിയൊരു ആവശ്യം, പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആക്രാന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നു ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നെ വിശ്വസിക്കുന്ന അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശ്രുതികട ഹല്ലേലൂയ. 7:37 യോഹന്നാൻ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് ജീവജലത്തിന്റെ അരുവിയും? താഴെ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കാതിരുന്നവര് സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ധ്യാനം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുപാട് നൽകി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങൾ വീണ്ടും കൂടണം. നിങ്ങൾ ധ്യാനിപ്പിക്കുമ്പോൾ ഞാനും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നല്ല ചൈതന്യത്തോടെ ഈ കർത്താവിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന ദൈവജനത്തോട് കാരുണ്യം കാണിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ അതിന് പറ്റുന്നൊരു ജീവിതം ജീവിക്കണമെന്നുള്ളതാണ് ഈ 6:13 എഫേസ്യൻസ് നമ്മൾ കണ്ടത്. എങ്ങനെ പരിശുദ്ധാത്മ ഇപ്പം നടപടി എഫേസസ് 4:30, തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മ ജീവിക്കാം, അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഫേസ്യസ് 6:13 പറയണത്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് പറയണത്. ഇതൊക്കെ ഹോംവർക്കുകളാണ്. ഉടമ്പടി എടുത്തവരെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഈ ധ്യാനം ഒന്നിൽ കൂടണം. പക്ഷെ ദൈവത്തിന് തോന്നണം നിങ്ങൾ ധ്യാനം കൂടുകയാണെന്ന്. അല്ല അച്ഛൻ പറഞ്ഞ് ധ്യാനം കൂടാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, ഞാൻ കൊച്ചി പോകുമെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തിന് തോന്നണം
നിങ്ങൾ ദൈവമേഖലയിലേക്ക് വരുന്നു. ഇപ്പം എന്താ ഈ നമ്മുടെ ഇവനില്ലേ ജെറോമിയുടെ പ്രശ്നം എന്താ? ജെറോമി ഇങ്ങനെ മെറിറ്റിൽ മാത്രം സ്വന്തം കഴിവ്, സ്വന്തം വിദ്യാഭ്യാസം, സ്വന്തം സർട്ടിഫിക്കറ്റ്, സ്വന്തം പ്രൊമോഷൻ, അങ്ങനെ നല്ല പ്രൊഫൈൽ പെട്ടെന്ന് കൊച്ചു കാലം കൊണ്ട് തന്നെ വലിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അയാൾ അതുകൊണ്ട് അയാൾക്ക് കുടുംബ പ്രാർത്ഥനയും പള്ളിക്ക് പോക്കുമൊക്കെ കുറഞ്ഞ് വന്ന് എന്താ മെറിറ്റിലാണ് അദ്ദേഹം ജീവിക്കണത്. മെറിറ്റിൽ ജീവിച്ചവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. മെറിറ്റിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സംരക്ഷണം പോകും. പക്ഷെ നമ്മൾ ഗ്രേസിലും ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? ഇയാൾ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജെറോമിക്ക് എന്ത് പറ്റി? പെട്ടെന്ന് സോഫ്റ്റ്വെയർ എല്ലാം ചേഞ്ച് ആയി. സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓരോ പഴയ സംഭവമല്ല ഇപ്പോൾ എടുക്കണേ. ഇപ്പോൾ AI വന്നപ്പോൾ കമ്പ്യൂട്ടർകാരുടെ എല്ലാവരുടെയും പണി പോയി. പലരുടെയും ഒരു 50% ആൾക്കാരുടെ പണി പോയി. അതാണ് ഇപ്പോൾ ആൾക്കാർ ഈ ഡിജിറ്റലി AI പഠിക്കാൻ പോണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പല ആൾക്കാരുടെയും പണി പോയി. ഏറ്റവും പണി കിട്ടിയ, ഏറ്റവും പ്രയാസം അനുഭവിച്ച IT മേഖലയിലാണ്. അങ്ങനെ ഈ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ പണി പോയ ആളാണ് ഇങ്ങേര്, നമ്മുടെ ജെറോമി എന്ന് പറഞ്ഞ ആൾ. അങ്ങേര് പണി പോയി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷിഫ്റ്റൊക്കെ ഈ കുറേ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരെ പിരിച്ചുവിടലായി. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചേഞ്ച് ചെയ്ത് കൊടുത്തു. എന്താണ്? അവരുടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്യണ ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പുതിയ തലമുറ കയറി വന്നു. അതാണ്. അപ്പം ത്രട്ടിങ് ആയില്ലേ? അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി AIയുടെ പുതിയ ആൾക്കാർ കയറി വന്നു. അപ്പോൾ ഇയാൾക്ക് ആക്രിപ്പണിയായി അതിൻ്റെ അകത്ത്. പഴയ സെറ്റപ്പ് എല്ലാം പോയി. പണ്ട് വൈറ്റ് കോളറൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ മേടിച്ച് ഇപ്പോൾ കമ്പനിക്ക് വേണമെന്നില്ല, വേണേ നിൽക്കുക അല്ലേ പോ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റല്ലേ എല്ലാം. തട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ലാത്ത തട്ട് കിട്ടി. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പറയണത്, എപ്പോഴും നമ്മൾ മെറിറ്റിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കർത്താവിൻ്റെ കൈകളുണ്ടാവും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനങ്ങളിലാണ് പോണത്. കാര്യം നിനക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകേടുണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം, ലോകത്തിൻ്റെ എൻജിനീയറിങ് ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം. അപ്പോൾ കമ്പനി നിന്നെ പുറത്താക്കും. പക്ഷേ ഒരു അഷ്വറൻസ് നമുക്കുണ്ട്. എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല, ഞാൻ നിന്നെ തങ്ങും. ടേക്ക് ദ ബെഡ് അപ്പ്. ശ്രുതികട ഹല്ലേലൂയ, നീ വരൂ. ശ്രുതികട ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മൾ നല്ലവണ്ണം രാവിലെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് രോഗസൊക്കെ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഈശോ തന്നെ നടത്തി നമ്മളെ ഉപകരണമാക്കിക്കൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കണ്ണീരിന് അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത കണ്ണീരുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ കൂപ്പി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈശോയോട് പറയുക.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മുമ്പിൽ, ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ പരിശുദ്ധമായി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദേവുമാരനും ആയിരമായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസ്സി എബ്രഹാം. ഇതെൻ്റെ അച്ചാച്ചനാണ്, ടി കെ എബ്രഹാം, കുമരകം നാമനസ്രത്തുപള്ളി ഇടവക. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 മാർച്ചിലാണ്. അതിനുശേഷം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല, കോവിഡൊക്കെ കാരണം. ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നേരിട്ട് വന്ന് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഓൺലൈനിൽ പുതുക്കി ഉടമ്പടി ജീവിതം നയിച്ചു പോന്നു. ഉടമ്പടി വസ്തുക്കൾ അന്ന് മുതൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എപ്പോൾ അവധിക്ക് വന്നാലും ഉടമ്പടി വസ്തുക്കൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ മേടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അതൊരു ബലവും ഒരു സംരക്ഷണവുമായി തോന്നിയിരുന്നു. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, എൻ്റെ അച്ചാച്ചന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17 വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ സീരിയസ് ആയിരുന്നു. മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. 2 സൈഡിലെയും റിബ്സ് ഫ്രാക്ചറായി, ഈ ഷോൾഡർ ബോൺ ഫ്രാക്ചറായി, കാല് ഫ്രാക്ചറായി, തലയ്ക്ക് ഫ്രാക്ചറായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ലങ്സിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഈ റിബ്സ് പൊട്ടി ലങ്സിലോട്ട് പോയിട്ട് ലങ്സിൽ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ എയറും കയറി ലെഫ്റ്റ് സൈഡിലെ ലങ്സ് ഓൾമോസ്റ്റ് കൊളാപ്സ് ആയിരുന്നു. റൈറ്റ് സൈഡിലെ ലങ്സിനും ഇഞ്ചുറി ഉണ്ട്. മാക്സിമം ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അവർ ചെസ്റ്റ് ട്യൂബ് ഇട്ടു. പക്ഷേ അവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാർഡിയോതൊറാസിക് സർജൻ അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് അവർ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ICU ആംബുലൻസിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ അങ്കിള് കാരിത്താസ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഉടമ്പടി കാശ് രൂപം കൊണ്ടുവന്ന് അച്ചാച്ചൻ്റെ തലയിൽ വെച്ച് നന്നായി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഞാൻ അമേരിക്കയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനിത് കേട്ടപ്പോൾ മുതൽ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു.
മാതാവേ, അങ്ങയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ അച്ചാച്ചനെ സൂക്ഷിക്കണമേ. യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ ഞങ്ങൾക്ക് പഴയ അച്ചാച്ചനായിട്ട് തിരിച്ചു തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ചാച്ചൻ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഒരു ഉടമ്പടി ജീവിതം നയിക്കുന്നയാളായിരുന്നു. അവധി ദിവസങ്ങളിലെല്ലാം രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഇനിയും അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ബലിയർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ICUവിൽ 10 ദിവസം കടന്നു. ICUവിൽ എപ്പോഴും കാണാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം നെറ്റിയിലും കാലിലും എല്ലാം തേച്ച് പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഉടനെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാലിലും എൻ്റെ നെഞ്ചിലും എല്ലാം ഉടമ്പടി തൈലം തേച്ച് മാതാവിനോട് പ്രത്യേകം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും അച്ഛൻ്റെ ആരാധനയും ഡെയിലി ബ്ലെസ്സിങ്ങും കൂടി പ്രാർത്ഥിക്കും. ഞാനൊരു ഉടമ്പടി ജീവിതമായിരുന്നു നയിച്ചുകൊണ്ട് പോന്നിരുന്നത്. അച്ചാച്ചന് ബ്ലഡ് തിന്നറിൻ്റെ ഗുളികകൾ കഴിക്കുന്നുള്ളതുകൊണ്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. 3-4 പ്രാവശ്യം ബ്ലഡ് കൊടുത്തു. പക്ഷേ ഹീമോഗ്ലോബിൻ എല്ലാ ദിവസവും കുറഞ്ഞു വരികയാണ്. ഞാനപ്പോൾ ഒരു ദിവസം ആരാധനയിൽ ഈ കാര്യം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹീമോഗ്ലോബിൻ സ്റ്റേബിളായി. പിന്നെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ കാലിന് ഒരു ഫ്രാക്ചർ, അത് നോർമലായിട്ടുള്ള നേരെ കാലൊടിഞ്ഞതല്ല, ഒരു കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചറായിരുന്നു. അത് ഉടനെ തന്നെ സർജറി ചെയ്യേണ്ടതാണ്. പക്ഷേ ആൾ മെഡിക്കലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സർജറി ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളിൻ്റെ ഏജ്, മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു ലോങ് സർജറി ആയിരുന്നു. അന്ന് രാവിലെ ഞാൻ സർജറിയുടെ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കൂടിയപ്പോൾ അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് സർജറി ചെയ്യുന്നവർക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഒന്നും കൂടാതെ സർജറി ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അതുപോലെ പല അനുഭവങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അച്ചാച്ചന് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ ഡോക്ടേഴ്സ് വെന്റിലേറ്ററിൽ കിടത്തണം വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്, ലങ്സ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ. പക്ഷേ അതെല്ലാം യാതൊരു കോംപ്ലിക്കേഷൻസും വരുത്താതെ ഇപ്പോൾ അച്ചാച്ചന് നടക്കാൻ പറ്റും. ഇപ്പം അതുപോലെ തന്നെ ഞാൻ 2021 IELTS പരീക്ഷ എഴുതി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ആദ്യമേ ഞാൻ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി. ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ചു. പക്ഷേ എനിക്കൊരു 0.5 വ്യത്യാസത്തിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വല്പത്തിൻ്റെ കുറവിലല്ലേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം പിന്നെയും ഞാൻ തന്നെ കുറച്ചുകൂടെ പരിശ്രമിച്ചു, ഒന്നുകൂടെ എഴുതി. പക്ഷേ അപ്പോഴെനിക്ക് 1 പോയിൻറ്റും കൂടെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് രക്ഷയില്ല. മാതാവിനെ പിന്നെ ഞാൻ മുറുകെ പിടിച്ചു. പഠിത്തത്തോടൊപ്പം പ്രാർത്ഥനയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. മെയ് മാസം വണക്കം കൂടി. അതുപോലെ തന്നെ എല്ലാ ദിവസവും മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ, സാധാരണ ഞാൻ പരീക്ഷകൾ എഴുതുമ്പോൾ അവസാന നിമിഷം വരെ ഇങ്ങനെ ടോപ്പിക്സുകൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അന്ന് ഞാൻ ടോപ്പിക്സ് ഒന്നും നോക്കിയില്ല, കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, കണ്ടിന്യൂസ് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. എക്സാമിനറിൻ്റെ അടുത്തോട്ട് പോകുന്നിടം വരെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാതൊരു ആത്മവിശ്വാസം കിട്ടി. എനിക്ക് ആ പരീക്ഷയിൽ എക്സാമിനർ എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം. ആ പരീക്ഷയ്ക്ക് എനിക്ക് ആവശ്യമായ സ്കോർ ലഭിച്ചു. അങ്ങനെ എനിക്ക് അമേരിക്കയ്ക്ക് പോകാനായിട്ട് സാധിച്ചു. അതുപോലെ അവിടെ ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ ഈസിയായി എനിക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പല ആപ്ലിക്കേഷൻസും കൊടുത്തു, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു സാലറിയും ഞാനിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് തീരുന്നതിന് 2 ദിവസം മുമ്പ് മേരി എന്ന് പറയുന്ന ഒരു റിക്രൂട്ടർ എന്നെ വിളിക്കുകയും
ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലും നല്ല സാലറിയിൽ എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ ജോലി ശരിയാവുകയും ചെയ്തു. അതുപോലെ അനേകം അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാനൊരു സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. ഒത്തിരി ഓൾഡ് ഏജ് പീപ്പിളുണ്ട്, അവരെ എല്ലാം ആത്മാർത്ഥമായി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ആവശ്യമുള്ളവർ, ഞാൻ അറിയുന്നവരാണേലും അറിയാത്തവരാണേലും എൻ്റെ കഴിവിൽ സാധിക്കുന്നത് പോലെ അവരെ എല്ലാം സഹായിക്കാറുണ്ട്. പത്രം ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലായിടത്തും കൊടുക്കാറുണ്ട്. അവർ പത്രം കൊടുക്കുമ്പോൾ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു എന്ന് എന്നോടൊരു ഫിലിപ്പിനോ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ചയിലെ ആരാധനയെ എപ്പോഴും കാണുന്നുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡിൽ കിട്ടിയ ഒരനുഗ്രഹങ്ങളുടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഒരാൾക്ക് മെഡിക്കൽ എമർജൻസി ആയിട്ട് അബുദാബിയിൽ ഇറങ്ങുന്നതിന് പകരം ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു എമർജൻസി ആയിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ഒത്തിരി ആൾക്കാർ, കൊച്ചു പിള്ളേരുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവർക്ക് അടുത്ത ഫ്ലൈറ്റിന് അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടതാണ്. ഞങ്ങളൊരു 2.5 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. ഞാനതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വൈഫൈ കിട്ടിയപ്പോൾ ഡെയിലി ബ്രെഡ് കൂടി. അപ്പോൾ അച്ഛൻ അതിനകത്ത് പറഞ്ഞത് യാത്രാക്കുരുക്കുകൾ, യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തുടങ്ങി തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഉടനെ തന്നെ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് വിടുമെന്ന്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലൈബി. ഇത് എൻ്റെ അമ്മ ലൈല, എൻ്റെ സഹോദരൻ ലിബിന്, എൻ്റെ കുഞ്ഞ് ഇസ്ഹാഖ് എബ്രഹാം. ഞാൻ 2018 ഡിസംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. ഒത്തിരി നന്മകൾ ഈശോ അമ്മ വഴി എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ആൾത്താരയിൽ പറയുന്ന 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം സാധിച്ചത് ഞാൻ സാക്ഷ്യം പറയാതിരുന്നു. കാരണം അത് എൻ്റെ സഹോദരന് വേണ്ടിയുള്ളതായിരുന്നു. അവർ നാട്ടിലില്ല, വിദേശത്തായിരുന്നു. ഇപ്രാവശ്യം ലീവിന് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. അവർക്ക് വിവാഹം കഴിഞ്ഞ് 4 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇന്ന് എൻ്റെ ഉടമ്പടി തീരുകയാണല്ലോ, ഇതുവരെ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് പരിശുദ്ധ അമ്മയോട് രാവിലത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അപ്രതീക്ഷിതമായി എൻ്റെ സഹോദരൻ വിളിക്കുകയും അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് അവനോട് അങ്ങോട്ട് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എങ്ങനെ അറിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അത് റിസൾട്ട് അവർ ഡോക്ടറെ കണ്ടു, അത് കൺഫേമായി, റിസൾട്ട് പോസിറ്റീവായിരുന്നു. ദൈവം അനുഗ്രഹീതമായ ഒരു ആൺകുഞ്ഞ് ഇസ്ഹാഖ് എബ്രഹാമിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിച്ചു. അവൻ്റെ ഡെലിവറിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നോർമൽ ഡെലിവറിക്ക് കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കോഡ് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നതായിട്ടും പെട്ടെന്ന് അവൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടതിൻ്റെ ഫലമായി അവർ പെട്ടെന്ന് സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. എനിക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് പോലും എൻ്റെ സഹോദരൻ്റെ വിഷയം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ വെക്കുകയും എനിക്ക് അമ്മയെ അത് സാധിച്ചു തരികയും ചെയ്തതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാറിലും പ്രത്യാശ വയ്ക്കുന്നു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ 10.5 വർഷമായി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയാണ്. എനിക്ക് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്നൊരു 4 മാസം മുൻപ് വരെ അത് റെഗുലറായിട്ട് എല്ലാവർക്കും, പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് അവർ നിർത്തിവെച്ചിരുന്നു. പക്ഷേ എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തൊരു 4-5 വർഷത്തിന് ശേഷമാണ് ഞാൻ അതറിയുന്നത്. അന്ന് ഞാൻ ഓഫീസിൽ അവരെ സമീപിക്കുകയും അവരെൻ്റെ അതിനുള്ള ഡോക്യുമെൻറ്റ്സ്, എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും
ഒരു 11 പ്രാവശ്യത്തോളം ഞാൻ ഓഫീസ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. നാളിതുവരെ അത് നടന്നില്ല. ഒരു 2 മാസത്തിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഫിനാൻസ് സെക്ഷനിൽ കൊണ്ടിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉടമ്പടിയിൽ ഒരു കാര്യം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഫിനാൻസിൽ നിന്ന് ഞാൻ സാറിനെ കണ്ട് സാർ എൻ്റെ അടുക്കൽ പറഞ്ഞു അതെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഫ്രീക്വൻ്റ്ലി ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പനി. എൻ്റെ കൂടുള്ളവർ പോലും പറയും നൈറ്റ് കഴിഞ്ഞു ഇനി അവൾക്ക് പനി വരും. അത് ഞാൻ തന്നെ അങ്ങ് മടുത്തു പോയിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പകൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നൈറ്റിൻ്റെ സമയത്ത് റെസ്റ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ പോലും ആ സമയത്തും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ 15 മണിക്കൂർ വരെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. 3 hours ഷിഫ്റ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയത്തും എനിക്ക് റെസ്റ്റ് എടുക്കത്തില്ല. അങ്ങനെ 8 നൈറ്റ് വരെ കണ്ടിന്യൂസ്ലി ഞാൻ 15 hours ചെയ്തിട്ട് പോലും ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക, നമുക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായൊരു മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഹൈപ്പോ തൈറോയിഡിസം, ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. എന്നോട് റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഓരോ സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞാനൊന്ന് വീണ് എൻ്റെ കൈ ഫ്രാക്ചറായി. സർജറി ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. അപ്പം ബോൺ ലെങ്ത് പ്രോപ്പർ ആകത്തില്ല, എക്സ്ട്രാ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ അറിയിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർജറി സക്സസ്ഫുൾ ആകുകയും എൻ്റെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പർ ആകുകയും ചെയ്തു. ഇത്രയേറെ നന്മകൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും എന്നാലാവും വിധം അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും കൃത്യമായി പത്രം വാങ്ങിക്കുകയും, ആദ്യമൊക്കെ എനിക്കത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ ഓരോരുത്തരോടും എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കും. ചിലർ നമ്മുടെ ഒരിക്കൽ ചോദിക്കും ഇതെന്താ ഇത്ര പ്രത്യേകത. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് യാതൊരുവിധ മെറിറ്റും ഇല്ല എങ്കിൽ നിങ്ങൾ പോവുക. അപ്പം നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഏക ആശ്രയം അതാണ്. എൻ്റെ ജീവിതത്തിൽ അതാണ് എൻ്റെ അനുഭവം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പം ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കും. പക്ഷെ ഞാൻ എക്സ്ട്രാ ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് എനിക്കതിൻ്റെ ഒത്തിരി ഇരട്ടിയായിട്ട് അമ്മ എനിക്കത് തിരിച്ചു തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നന്മകൾ എൻ്റെ കുടുംബത്തിൽ നൽകിയ അമ്മയ്ക്കും ഇനിയും പറയാത്ത ഒത്തിരി നന്മകളുണ്ട്, ചെറുതും വലുതുമായ. ഈശോയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി പറയുന്നു.